കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ടൂൾസ് വാങ്ങിയിരിക്കുകയാണ്. ഐബിളിൻ്റെ മാർക്ക് ആൻഡ് MMA മെഷീനാണ്, വെൽഡിംഗ് മെഷീനാണ്. ഇത് വിത്തൗട്ട് ഗ്യാസ് മെഷീനാണ്. വാങ്ങിയിരിക്കുന്നത് 7 മൈലിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. SR പവർ ടൂൾസ്. നല്ലൊരു ഷോപ്പാണ്. എല്ലാ ഐറ്റങ്ങളും അവിടെ കിട്ടുന്നതായിരിക്കും. MRP-യെക്കാട്ടിലും ഡിസ്കൗണ്ട് ഉണ്ട് അവിടെ. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് വന്നിരിക്കുന്ന സാധനങ്ങൾ ഒരു ഫ്ലെക്സ് കോർ വയർ കിട്ടുന്നുണ്ട്. അത് നോർമൽ സ്റ്റീൽ വെൽഡ് ചെയ്യുന്നതാണ്. അത് കൂടാതെ അഡീഷണലായിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ SS വെൽഡ് ചെയ്യാൻ വേണ്ടി ഒരു E308L ഇതാണ് നമ്മൾ SS അടിക്കേണ്ടത്. എല്ലാവർക്കും ഡൗട്ടുണ്ട്. പല വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും ചോദിക്കുന്നത് കോമൺ ആയിട്ട് എല്ലാ റാഡും ഇട്ട് അടിക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ അങ്ങനെ പറ്റത്തില്ല. ഓരോന്നിനും ഓരോ മെറ്റീരിയൽ വരുന്നുണ്ട്. ഈ കോയിലിട്ടാണ് ഇത് അടിക്കേണ്ടത്, SS അടിക്കേണ്ടത്. ഇത് നമ്മൾ മെഷീൻ ഓപ്പൺ ചെയ്യുകയാണ്. അഡീഷണലായിട്ട് വാങ്ങിയ 2 സാധനങ്ങളാണ് ഇത്. കേബിൾ കണക്റ്റാണ്. നല്ല വെൽ പാക്കായിട്ടാണ് മെഷീൻ വന്നിട്ടുള്ളത്. 2 സൈഡും തെർമോക്കോളൊക്കെ വെച്ച് നല്ല സേഫാണ്. ഏകദേശം 10 kg വെയിറ്റ് ഉണ്ട് ഇതിന്. ഇതിൽ വന്ന് നമുക്ക് നോർമലായിട്ട് ഇതാണ് ഇതിൻ്റെ ഗണ്ണ്. ഇത് ഓൾറെഡി കണക്റ്റഡ് ആണ്. ഇവിടെ നമ്മുടെ വലിയ മെഷീൻ ആണെങ്കിൽ അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് ആയിരിക്കും. ഇത് അകത്തുനിന്ന് കണക്റ്റായിട്ടാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ടോർച്ച്. ഇത് ഓൾറെഡി കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത് അകത്തുനിന്ന്. ഇതിൻ്റെ ഹെവി മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് ആയിരിക്കും വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നെഗറ്റീവ് യൂസ് ചെയ്യേണ്ട അടുത്ത് എർത്തായിട്ട് കൊടുക്കേണ്ടത് ഫേസിലാണ് കൊടുക്കേണ്ടത് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഇതിലതിൻ്റെ മിഗ് മൈക്ക് ഓപ്ഷൻ വരുന്നുണ്ട്, സ്വിച്ച് വരുന്നുണ്ട്. ഇത് വന്നിട്ട് കോയിൽ റൊട്ടേഷൻ്റെ ഇതാണ്, ഫീഡറിൻ്റെ. ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് കോയിൽ സ്പീഡിലും സ്ലോയിലും വന്നുകൊണ്ടിരിക്കും. ഇതതിൻ്റെ പവറാണ്. ഇതിൽ നമുക്കറിയാൻ പറ്റും ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യേണ്ടതായിരിക്കും. പിന്നെ എൻ്റെ ഫീഡർ ഇതാണ്, കോയിൽ ഫീഡർ. അത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ എഴുതിയിട്ടുണ്ട് 0.8 mm ആണ് ഇതിൻ്റെ നോസിൽ വരുന്നത്. ഫ്ലെക്സ് കോർ വയറാണ്, ഗ്യാസ്ലെസ് ആണ്. ഇത് എത്രത്തോളം സക്സസ് ആണെന്ന് എനിക്കറിയില്ല. ഞാൻ വീഡിയോയിൽ കണ്ടത് ഓക്കെ ആയിട്ടാണ് കണ്ടത്. അപ്പോൾ ഞാനിതുവരെ ചെറിയ മെഷീൻ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ വലിയ ഹെവി മെഷീനിൽ യൂസ് ചെയ്തിട്ടുണ്ട്, മിഗ് അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നാളെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വരുന്ന വീഡിയോയിൽ ചെക്ക് ചെയ്തതായിരിക്കും. ജസ്റ്റ് ഇപ്പോൾ ഓപ്പണിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിൽ ആഡ് ചെയ്തിട്ട് ഈ നോബ് ടൈറ്റ് ചെയ്ത്, ഇതാണ് ഇതിൻ്റെ ഓപ്പണിങ്. ഇത് ഓപ്പൺ ചെയ്ത് ഇത് പൊക്കി ഇതിലേക്ക് കൂടെ ഇതിൻ്റെ വയർ കയറ്റി ടൈറ്റ് ചെയ്താണ്. ഗണ്ണ് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വർക്കിംഗ് ആവും. കോയിൽ വെളി വരുന്നതായിരിക്കും. വയർ വന്നില്ലെങ്കിൽ നമ്മൾ നോസിൽ ഓപ്പൺ ചെയ്തിട്ട് വയറിനെ വെളിയിലെടുക്കേണ്ടതായിരിക്കും. ഇതെല്ലാം നമ്മൾ വരുന്ന വീഡിയോയിൽ ചെക്ക് ചെയ്ത് കാണിക്കുന്നതാണ്. ഒരു ഗ്ലാസ് കിട്ടുന്നുണ്ട്. എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണെന്ന് നമുക്കറിയില്ല. പിന്നെ ഒരു ചിപ്പിംഗ് ഹാമർ, വയർ ബ്രഷ് കിട്ടുന്നുണ്ട്. അതുകൂടായിട്ട് നമുക്ക് മാനുവൽ ആർക്ക് ചെയ്യുന്നതിന്, നോർമൽ വെൽഡിങ് ചെയ്യുന്നതിന് വേണ്ടി ഒരു എർത്ത് കേബിളും ഒരു ഹോൾഡറും കിട്ടുന്നതാണ്. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.